ശ്രീ എം ജയചന്ദ്രൻ, ഇവിടെ ബി.ജെ.പിക്ക് നിരവധി വെല്ലുവിളികൾ നേരിടുന്നുണ്ടെങ്കിലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ചില അനുകൂല ഘടകങ്ങളും ഉണ്ട് എന്നുള്ളതല്ലേ വസ്തുത. അതായത് പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ DMK-ക്കെതിരായ ഭരണവിരുദ്ധ വികാരം, കാരണം നിരവധി അഴിമതി ആരോപണങ്ങൾ നേരിടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ മോദി ഫാക്ടർ എന്നത് തള്ളിക്കളയാൻ കഴിയാത്ത സാഹചര്യം തന്നെയാണ്. അണ്ണാമലൈ വളരെ ശക്തനായ ഒരു യുവനേതാവാണ്, വലിയ രീതിയിലുള്ള സ്വാധീനവും ചെലുത്തുന്നുണ്ട്. ഇതൊക്കെ ബി.ജെ.പിക്ക് അനുകൂല ഘടകങ്ങളാകാനുള്ള സാധ്യത ഇനിയുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം കാണുന്നില്ലേ? തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ സാഹചര്യം അറിയാതെയാണ് യൂണിയൻ ഗവൺമെൻറ്റിലെ രണ്ടാമത്തെ കരുത്തൻ ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ ഇന്ന് കോയമ്പത്തൂർ പ്രസംഗം നടത്തിയത് എന്ന് കരുതേണ്ടതില്ല. അദ്ദേഹത്തിന് കൃത്യമായും രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ നന്നായിട്ട് അറിയുന്ന ആളാണ്. പക്ഷേ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പ്രസംഗം എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയ്ക്ക് എന്തെങ്കിലും പ്രാധാന്യം കൊടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഒരു ഡിബേറ്റ് ആകുമ്പോഴേക്ക് ചർച്ച ചെയ്യേണ്ടത്. പരിശോധിക്കേണ്ട ആ വിഷയമാണല്ലോ. അങ്ങനെ പരിശോധിക്കുമ്പോൾ താങ്കൾ ഇപ്പോൾ ചോദിച്ചതുപോലെ DMK-ക്കെതിരെയുള്ള ഭരണവിരുദ്ധ വികാരവും അഴിമതിയുടെ പ്രശ്നവും ഒക്കെ താങ്കൾ പറഞ്ഞു. പക്ഷേ തമിഴ്നാട് രാഷ്ട്രീയം പഠിക്കാൻ ശ്രമിക്കുന്ന ആർക്കും ഇപ്പോൾ മനസ്സിലാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താണ്? ഒരേ ഒരു കാര്യമാണ്. തമിഴ്നാട്ടിൽ ഒരു DMK എന്ന പാർട്ടി കഴിഞ്ഞാൽ വേറൊരു പ്രബല ശക്തി തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇടപെടാനായിട്ടില്ല. കേരളത്തിലെ പോലുള്ള സാഹചര്യമല്ല തമിഴ്നാട്ടിലുള്ളത്. 235 സീറ്റിൽ ആകെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുണ്ട് DMK എന്ന ദ്രാവിഡ മുന്നേറ്റ ഘടകത്തിന്. 133 സീറ്റുണ്ട് അവർക്ക്. 118 സീറ്റ് മതി ഭൂരിപക്ഷത്തിന്, കേവല ഭൂരിപക്ഷത്തിന്. പക്ഷെ അതിനേക്കാളും 15 സീറ്റ് അവർ കൂടുതലുണ്ട്. പിന്നെ കോൺഗ്രസിൻ്റെ 16, മറ്റ് കക്ഷികളുടെയൊക്കെ ചെറിയ ചെറിയ സീറ്റുകളെല്ലാം കൂടെ കൂട്ടിയാലും അവർക്ക് 160 സീറ്റുകളോളം ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനമാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ. AIADMKയ്ക്കുള്ളത് 66 സീറ്റുകളാണ്. പക്ഷേ ആ പാർട്ടി അന്നത്തെ അവസ്ഥയിലല്ല, 2021 ഇലക്ഷൻ നേരിട്ട സാഹചര്യത്തിൻ്റെ അവസ്ഥയിലുമല്ല ഇപ്പോൾ നിൽക്കുന്നത്. OPS-ഉം EPS-ഉം തമ്മിലുള്ള ആ റിഫ്റ്റ് അവിടം വരെ എത്തിയെന്നും ആരെയൊക്കെ പുറത്താക്കി എന്നുള്ള കാര്യങ്ങളൊന്നും നമ്മളോട് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അതിൽ ഒരുപാട് നീണ്ടുപോകുന്ന കേസ് കിട്ടുകയാണ്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് തൽക്കാലം ഇപ്പോൾ കടക്കുന്നില്ല. അത് അങ്ങനെ നിൽക്കുന്നൊരു ഘട്ടത്തിൽ BJPക്ക് എത്രയാണ് അവിടുത്തെ അംഗസംഖ്യ? നിയമസഭയിൽ 4 പേരാണ്. അതേസമയം താങ്കൾ ചൂണ്ടിക്കാണിച്ച ചില വിഷയങ്ങൾ, ചില പ്രശ്നങ്ങൾ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒരു പ്രവണത എന്നതുപോലെ നിലനിൽക്കുന്നത് കാണാതിരിക്കാനും കഴിയില്ല. ഇപ്പോൾ അണ്ണാമല മാത്രമല്ല, അതിന് മുമ്പ് ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ തെലങ്കാന ഗവർണറായിട്ട് പോയ തമിഴ്സൈ സുന്ദരരാജൻ. അവരായിരുന്നു അന്ന് പ്രസിഡന്റ് പദവി ഇരിക്കുകയാണ് അവരെ ഗവർണറാക്കുന്നത്. ഇപ്പോൾ അവർ തമിഴ്നാട്ടിലുണ്ട്. പിന്നെ താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ കേന്ദ്ര നേതൃത്വത്തിനും BJP കേന്ദ്ര നേതൃത്വത്തിനും കേന്ദ്ര സർക്കാരിനും ഉൾപ്പെടെ അത്ര അഭിമതനല്ല അണ്ണാമല ഇപ്പോൾ. അന്ന് പരിശോധിച്ച് അന്വേഷിച്ച് നോക്കിയാൽ മതി. അത്രത്തോളം അഭിമതനല്ല. അദ്ദേഹം ഒരു കോഴ്സിന് സ്റ്റാൻഫോർഡ് സർവകലാശാലയല്ല, അതുപോലൊരു സർവകലാശാലയാണ്, അത് UK-യിൽ കോഴ്സിന് പോയിരിക്കുകയായിരുന്നു. കഴിഞ്ഞ മാസമാണ് തിരിച്ചെത്തുന്നത്. അപ്പോൾ അത്ര നല്ല ഒരു രമ്യതയിലും ഉള്ള സംഗതിയിലൊന്നും അല്ല. പക്ഷേ BJPക്ക് തമിഴ്നാട്ടിലുള്ള ചില ആനുകൂല്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം DMK എന്ന് പറഞ്ഞ പാർട്ടി വളരെ ഗ്രാസ് റൂട്ടിൽ ഘടകങ്ങളുള്ള പാർട്ടിയാണ് DMK. അതാണ് അവരുടെ കരുത്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ BJP സെറ്റപ്പായി വരുന്നത്. താഴെ തലങ്ങളിൽ, ഗ്രാമീണ തലത്തിൽ വരെ BJPക്ക് അവിടെ സംഘടനാ സംവിധാനങ്ങളായി കഴിഞ്ഞിട്ടുണ്ട്. അത് എത്രത്തോളം കരുത്തുണ്ട് എന്നൊക്കെയുള്ള ചർച്ചാ വിഷയങ്ങളാണ് ഇപ്പോഴും അവിടെ. എന്നാലും അതിരിക്കട്ടെ. പക്ഷേ ആ കരുത്തുണ്ട് BJPക്ക്. തമിഴ്നാട്ടിലെ ഏതാണ്ട് എല്ലാ മേഖലകളിലും ആ കരുത്ത് നന്നായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും ഇപ്പോൾ 11.35% വോട്ട് ഷെയർ ആയിട്ട് ഒടുവിൽ കിട്ടിയ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ന് പറഞ്ഞല്ലോ. ഓക്കെ, എത്ര കൂടാം? അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്ര കൂടാം? എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഒരു 2-2.5% കൂടാം, അങ്ങേറ്റം കൂടിയാൽ. അതിൽ കൂടുതലൊന്നും അടുത്ത വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് തമിഴ്നാട്ടിൽ നിന്ന് കിട്ടാനില്ല.
അത്തരത്തിലൊരു പിന്നെ അത്ഭുതം സംഭവിപ്പിക്കാൻ കഴിയുന്ന ഒരു സംഗതിയും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഡൽഹിയിലെ പോലെ ഇന്ന് നിലനിൽക്കുന്നില്ല. പിന്നെ ദ്രാവിഡ രാഷ്ട്രീയത്തിന് ഏറ്റവും വളക്കൂറുള്ള മണ്ണാണെന്ന് പറയേണ്ട കാര്യമില്ല. അത്രയും പ്രബലമാണ് അവിടുത്തെ ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ ആ തിക്നെസ്. ആ തിക്നെസ്സിനെ മറികടക്കാനായിട്ട് BJPയുടെ ഹിന്ദുത്വ പൊളിറ്റിക്സ് കൊണ്ടൊന്നും തമിഴ്നാട്ടിൽ ഒരു തരത്തിലും ഏശില്ല. അതിനവരെന്തെങ്കിലും ഡീവിയേഷൻസ് വരുത്താൻ ആധികാരികമായും ഗ്രാസ് റൂട്ടിലും തയ്യാറായെങ്കിൽ മാത്രമേ ആ BJP ഉദ്ദേശിക്കുന്ന ഒരു കടന്നുകയറൽ അവിടെ സാധ്യമാവും. പറയുന്നതിലാണ് ശ്രീ M. ജയചന്ദ്രൻ ഞാനൊന്ന് കൂട്ടിച്ചോദിക്കുന്നത്. അതായത് ഇവിടെ ഭാഷയുടെ പ്രശ്നമായാലും ദ്രവീഡിയൻ സംസ്കാരമായാലും സനാതന ധർമ്മത്തെ എതിർത്തുകൊണ്ട് സംസാരിക്കുക, ഇതൊക്കെ ഇങ്ങനെ ലൈം ലൈറ്റിൽ നിർത്തിക്കൊണ്ടാണോ ഇവർ BJPയെ പ്രതിരോധിക്കുന്നത്? ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിരോധത്തിലേക്ക് DMK കടക്കുമ്പോൾ തങ്ങളുടെ ഈ തുറുപ്പ് ചീട്ടുകൾ തന്നെ പുറത്തേക്ക് എടുക്കാം എന്നുള്ള ഒരു രാഷ്ട്രീയ വശം കൂടി അവർ വച്ചു പയറ്റുന്നില്ലേ? അല്ല, അങ്ങനെയല്ല. നമ്മൾ അതിനെ അത്ര ലൈറ്റായിട്ട് കാണാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് മലയാളികൾ പലപ്പോഴും, പ്രത്യേകിച്ചും ഈ മാധ്യമങ്ങൾ. എന്താണെന്നറിയാമോ, തമിഴൻ്റെ ഒരു തമിഴ് വികാരമുണ്ട്. അത് തീർച്ചയായിട്ടും ദേശീയ വികാരമായി ചേർന്ന് കിടക്കുന്നത് തന്നെയാണ്, അല്ലാതെ തമിഴിൻ്റെ മാത്രമായിട്ടൊരു വികാരമല്ല. ആ വികാരത്തിനെ പ്രോജ്വലിപ്പിച്ചിട്ടാണ് ഒരു പരിധിവരെ പെരിയാർ തമിഴരെ ഏകോപിപ്പിച്ചത് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതിൽ യാഥാർത്ഥ്യങ്ങളുമുണ്ട്. പക്ഷേ അതിനെ ഇത്തരത്തിലുള്ള അപ്പീസ്മെൻറ്റ് പൊളിറ്റിക്സ് കൊണ്ടൊന്നും മറികടക്കാൻ കഴിയില്ല. അതങ്ങനെയാണ്, തമിഴ് അങ്ങനെയാണ്. ഇപ്പം നോക്കൂ, തമിഴ്നാട്ടിൽ നോക്കൂ, നിങ്ങൾ ഏത് മേഖലയിലാണ് തമിഴ്നാട്ടിൽ നിങ്ങൾക്ക് പിറകിൽ നിർത്താൻ കഴിയുന്നത്? നിങ്ങളെ അഴിമതിയുടെ കാര്യം പറഞ്ഞല്ലോ, പിന്നെ ഭരണവിരുദ്ധ വികാരം തരംഗമൊക്കെ പറഞ്ഞല്ലോ. എവിടെയാണ്? പണ്ടത്തെ ഒരു രീതിയല്ല, ജനതയല്ല തമിഴ്നാട്ടിൽ നിന്ന്. വെൽ എഡ്യൂക്കേറ്റഡ് ആണ് അവിടുത്തെ യൂത്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ അണ്ണാമലയെ പോലുള്ളവരെ സ്വീകാര്യരാകുന്നതുകൂടി ആ വെൽ എഡ്യൂക്കേറ്റഡ് യൂത്തിനോട് യോജിച്ചു നിൽക്കാൻ അദ്ദേഹം തയ്യാറാവുന്നത് കൊണ്ടാണ്. ആ ഒരു പ്രത്യേകത തമിഴ്നാട്ടിൽ ഉടനീളമുണ്ട്. ഏത് ഗ്രാമങ്ങളിലുമുണ്ട് തമിഴ്നാട്ടിലെ എഡ്യൂക്കേറ്റഡ് യൂത്ത്, വെൽ എഡ്യൂക്കേറ്റഡ് യൂത്ത്. അതുപോലെ അവിടുത്തെ വിദ്യാഭ്യാസ മേഖലയിലെ വിവിധ സംവിധാനങ്ങൾ, വ്യവസായ സംരംഭങ്ങൾ, നിരവധി വ്യവസായങ്ങളോട് വന്നത് ഒക്കെ ഒരു പ്രത്യേകതരം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതേസമയം പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, ഞാനത് പറയാം, അത് പറയുന്നതിൽ എനിക്ക് മടിയൊന്നുമില്ല. പിന്നെ ഈ മിഡിൽ ക്ലാസ്സിൽ ഒരുപാട് പിന്നെ ഈ അസംതൃപ്തികൾ. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുള്ളൊരു പ്രദേശമാണ് തമിഴ്നാട്. ഏതാണ്ട് എല്ലാവർക്കും അത് ചോദിക്കുമ്പോഴൊക്കെ എന്നോട് പറയാറുണ്ട്, ഈ മിഡിൽ ക്ലാസ് ഉണ്ടാകുന്ന അസംതൃപ്തി എന്ന് പറഞ്ഞാൽ വളരെ ഡീപ്പായിട്ടുള്ളതാണ്. പ്രത്യേകിച്ചും വ്യവസായങ്ങൾ നടത്തുന്ന മിഡിൽ ക്ലാസ്സിന്, ഈ കോയമ്പത്തൂർ, സേലം മേഖലകളിലൊക്കെ ഉള്ളവർക്ക് പ്രത്യേകിച്ചും, അവർക്ക് പിന്നെ വൈദ്യുതി അടക്കം ഇപ്പോൾ കിട്ടുന്നത് പുതിയ താരിഫിലാണ്, അത് വലിയ റേറ്റിലാണ്. ഇത് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. ടെക്സ്റ്റൈൽ മേഖലയാണെങ്കിൽ ആകെ തകരാറിലാണ്. സമ്പന്നർക്കാണ് ഇവിടെ നിലനിൽക്കാൻ കഴിയുന്നത് എന്നൊരു പൊതുവികാരം ഈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മിഡിൽ ക്ലാസ്സിൽ വളരെ ആഴത്തിൽ ഇപ്പോൾ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. എന്നോടൊരു ഒരുപാട് ഘട്ടങ്ങളിൽ അത് സംബന്ധിച്ച് പലരും സംസാരിച്ചിട്ടുമുണ്ട്. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം DMKക്ക് അധികാരത്തിൽ വരാൻ കഴിയില്ല കേട്ടോ.